നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ ലീഡർ കെ കരുണാകരൻ്റെ മകളുടെ BJP പ്രവേശനം കോൺഗ്രസിനെ ഞെട്ടിക്കുന്നു. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന CPM പ്രചാരണത്തെ ചെറുക്കാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പാടുപെടും. പ്രചാരണം പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുമെന്നിരിക്കെ പത്മജയുടെ BJP പ്രവേശനം ന്യായീകരിക്കാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അല്പം പ്രയാസപ്പെടും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇടതുപക്ഷത്തിന് കോൺഗ്രസിന് അടിക്കാനുള്ള നല്ല വടിയാണ് പത്മജയുടെ BJP ബന്ധം. പൂക്കോട് വിദ്യാർത്ഥി SFI പ്രവർത്തകർ കൊന്ന സംഭവത്തിൽ മുഖം നഷ്ടപ്പെട്ട പാർട്ടിക്ക് നിനച്ചിരിക്കാതെ കിട്ടിയ സുവർണാവസരമാണ് പത്മജ. പാർട്ടി ഇത് നല്ല രീതിയിൽ വിനിയോഗിക്കും. AK ആൻ്റണിയുടെ മകൻ്റെ BJP പ്രവേശനത്തിൻ്റെ ചൂടാറും മുമ്പെയാണ് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് കൂടുമാറുന്നത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുൻകൈ എടുത്താണ് പത്മജയെ BJPയിൽ എത്തിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ പത്മജയായിരിക്കും BJP സ്ഥാനാർത്ഥി എന്ന ഉറപ്പും അവർക്ക് കിട്ടിയിട്ടുണ്ട്. പത്മജ BJPയിലേക്കെന്ന തരത്തിൽ ഇന്നലെ വാർത്ത പരന്നിരുന്നു. എന്നാൽ പത്മജയും അവരുമായി അടുത്ത വൃത്തങ്ങളും ആദ്യം അത് നിഷേധിച്ചു. എന്നാൽ രാത്രിയോടവർ തീരുമാനം മാറ്റുകയായിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ പത്മജ നേരിൽ കണ്ടതായിട്ടാണ് സൂചന. ഇന്ന് BJP ആസ്ഥാനത്തെത്തി അംഗത്വം എടുക്കും. 2016-ലും 2021-ലും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ പത്മജയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. 2 തെരഞ്ഞെടുപ്പിലും അവർ തോറ്റു. പാർട്ടി കാലുവാരിയതായിട്ടാണ് തോൽവിക്ക് കാരണമെന്ന് പത്മജ പരാതി പറഞ്ഞിട്ടും പാർട്ടി മുഖവിലയ്ക്കെടുത്തില്ല. കരുണാകരൻ്റെ സ്മാരകത്തിനായി കോടികൾ പാർട്ടി പിരിച്ചിട്ടും നിർമ്മാണം തുടങ്ങാത്തതിൽ പത്മജയ്ക്ക് നീരസമുണ്ട്. അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലും അവർക്ക് കണ്ണുണ്ടായിരുന്നു. എന്നാൽ അത് ലീഗിന് നൽകാമെന്ന വാഗ്ദാനത്തിൽ അവരുടെ ആ സ്വപ്നവും പൊലിഞ്ഞു. ഇതെല്ലാമാണ് പത്മജയുടെ BJP പ്രവേശനത്തിൻ്റെ കാരണങ്ങൾ എന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നു.